ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു നമുക്കൊരു അടിപൊളി മന്തി മസാല തയ്യാറാക്കിയാലോ. ദാണ്ടെ ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർക്കരുത്. ഇതേ അളവിന് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി കിട്ടും. ഇത് ഈ സ്പൂണിന് തന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്ത് 1.5 കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ തന്നെ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ അടുത്ത എടുക്കേണ്ടത് ജീരകമാണ്. അപ്പോൾ ജീരകം താണ്ടേ ഇതേ സ്പൂണിൽ 1 ചേർത്ത് കൊടുത്തു, 2 ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർത്തത്. നമ്മൾ കൂടുതൽ ചേർത്തിരിക്കുന്നത് ജീരകമാണ്. അതുപോലെ തന്നെ ഇതിൽ സാജീരകം കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്നത്. ഇനി പട്ട, അതും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ താണ്ടേ ഇത് വലുതായത് കാരണം ഞാൻ ഇപ്പോൾ ഓരോ ടേബിൾ സ്പൂണാണ് ഇതിൽ നിന്ന് ഓരോ ഭാഗം, അങ്ങനെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പട്ട. ഇനി നമുക്ക് ഗ്രാമ്പൂ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. കൂടുതൽ ചേർക്കരുത്. 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ. അപ്പോൾ നമ്മളിത് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മന്തി മസാല ആയത് കാരണം ഡ്രൈ ലെമൺ ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 or 6 ബേ ലീഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മന്തി മസാല ചേർത്ത് ഒന്ന് ചിക്കൻ മന്തി ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. 4 ചെറിയ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിന് ഏതാണ്ട് നമ്മുടെ ട്രൈ ലെമണിൻ്റെ ഇതിൻ്റെ കുരുവൊന്നും കളയുന്നില്ല. ഈ കുരുവൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്ന കാരണം ചെറിയ പുളിപ്പ് കിട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ ഇളക്കിയിട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് പൊടിച്ചെടുക്കുന്നു. ഇത് ഇനി നമ്മൾ 2 ഐറ്റം സാധനം കൂടി ഇത് ചേർക്കും. 2 ഐറ്റം പൊടി ആയത് കാരണം ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും മുളകല്ല, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മല്ലി കയ്യിലുണ്ടെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പൊടി ആയത് കാരണം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ അതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് തയ്യാറാക്കി എടുക്കാൻ. നമ്മുടെ ഇതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിനി പൊടികൾ വേഗം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേഗം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2-2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം വേഗം ഈ ചൂടിൽ തന്നെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഇത്രയും വറുത്താൽ മതിയാകും. പൊടികൾ കരിഞ്ഞു പോകാതെ വേഗം ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി മസാലയുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി കൊണ്ട് നിങ്ങൾക്ക് ബീഫ് മന്തിയും നമ്മുടെ ചിക്കൻ മന്തിയും ഒക്കെ തയ്യാറാക്കാം. അതുപോലെ തന്നെ മന്തി വെച്ച് നമുക്ക് ഈ ചോറായിട്ടുള്ളതല്ലാതെ കറികൾ വെക്കാനും ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തണുത്തതിന് ശേഷം ഞാൻ ചെറിയ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മണമൊക്കെയാണ്. ഇത് ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ താണ്ടെ പൊടിച്ചെടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ആ ജീരകവും പെരുംജീരകവും എല്ലാം സാധാരണ രീതിയിൽ പെരുംജീരകം അങ്ങനെ ആരും ചേർക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ പെരുംജീരകം ചേർത്ത് തയ്യാറാക്കുക, അതുകൂടി ചേർക്കണം. കൂടുതലും ഇത് തന്നെ ആയിരിക്കണം. അതുപോലെ തയ്യാറാക്കി എല്ലാവരും അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 1 കിലോ ചിക്കൻ ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് തയ്യാറാക്കും. സൂപ്പറാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും.